നമ്മളൊരു ക്രിയേറ്റീവ് ആക്ടിവിറ്റിയിൽ എൻഗേജ്ഡ് ആണെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഓവർകം ചെയ്യാം, എന്തൊക്കെ ബെനിഫിറ്റുകളാണ് അതുകൊണ്ട് കിട്ടുക എന്നുള്ള ഒരു 5 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, നമുക്ക് സ്ട്രെസ് റിലീഫ് ആവും, അല്ലേ? നമുക്ക് ഇന്ന് വല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ്. ഏത് കാര്യം ഉണ്ടെങ്കിലും നമുക്ക് സ്ട്രെസ് ആയിരിക്കാം. ജോലി ഉണ്ടെങ്കിലും സ്ട്രെസ് ആണ്, ഇല്ലെങ്കിലും സ്ട്രെസ് ആണ്. പണം ഉണ്ടെങ്കിലും സ്ട്രെസ് ആണ്, ഇല്ലെങ്കിലും സ്ട്രെസ് ആണ്. അങ്ങനെ ഏത് സൗകര്യങ്ങളും, ഒരു നല്ല ഫാമിലി ഉണ്ടെങ്കിലും സ്ട്രെസ് ആണ്, ഇല്ലെങ്കിലും സ്ട്രെസ് ആണ്, അല്ലെ? അങ്ങനെ പല രീതിയിൽ നമ്മൾ സ്ട്രെസ്ഡ് ആണ്. അപ്പോൾ അതിനൊക്കെ നമുക്കൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റിയിൽ നമ്മൾ എൻഗേജ്ഡ് ആവുന്ന സമയത്ത് അതിൽ നിന്ന് നമുക്കൊരു മോചനം കിട്ടും. രണ്ടാമത്തെ പോസിറ്റീവ് എനർജിയാണ്. നമുക്കറിയാം, നമ്മൾക്ക് എനർജി നമ്മൾ ഫുഡ് കൊണ്ട് മാത്രമല്ല, പ്രകൃതി പല രീതിയിൽ നമുക്ക് എനർജി കിട്ടുന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്രിയേറ്റീവായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മെന്റൽ കപ്പാസിറ്റി ഒന്ന് വർദ്ധിക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല. അന്നത്തെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ലെവലും ഒക്കെ വേറെ ലെവലിലായിരിക്കും. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ അത്രയും അത് കണ്ടുകൊണ്ട് നമ്മൾ ആ ക്രിയേറ്റിവിറ്റി അത് ഫുൾഫിൽഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വലിയൊരു എനർജി പാസ് ചെയ്യാൻ സാധിക്കും. മൂന്നാമത് സെൽഫ് എക്സ്പ്രഷൻ, അല്ലെ? നമുക്ക് വാക്കുകൾ പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും നമ്മൾ ക്രിയേറ്റിവിറ്റി അതിനനുസരിച്ചുള്ള മീനിങ് ഫുൾ ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത്, അത് നമ്മൾ സമ്മാനിക്കുന്ന സമയത്ത് ഒരു നല്ലൊരു മെസ്സേജ് നമുക്ക് പാസ് ചെയ്യാൻ പറ്റും, അല്ലെ? അപ്പൊ ഇതൊക്കെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു മൂന്നാമത്തെ ബെനിഫിറ്റ് ആണ് നമ്മുടെ സെൽഫ് എക്സ്പ്രഷൻ. നാലാമത്തെ സ്കിൽ ഗ്രോത്ത് ആണ്. നമ്മുടെ സ്കില്ല് നിരന്തരം നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയും അതിൽ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുകയും അതിനോട് നമുക്കൊരു ഇഷ്ടവും താല്പര്യമൊക്കെ വരികയും ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിലുള്ള സ്കിൽ ഗ്രോത്ത് ഉണ്ടാകും. പല ചെറിയ ഒരു നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി ആവാം വളരെ മനോഹരമായിട്ടും വളരെ മീനിങ് ഫുൾ ആയിട്ടൊക്കെ വരുന്നത്. അത് ഒത്തിരി നമ്മളെ ആളുകളെ അറിയുകയും ആളുകളിലേക്ക് നമുക്ക് ഒരു വലിയൊരു അംഗീകാരം ലഭിക്കാനൊക്കെ ചെറിയ ചെറിയ ക്രിയേറ്റിവിറ്റി കാര്യങ്ങളെ പോലും നമ്മളെ സഹായിക്കും. അങ്ങനെ നമ്മൾ നിരന്തരം ഇതുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് കിട്ടുന്ന വലിയൊരു കാര്യമാണ് ഈ ഒരു സ്കില്ലിൽ നമുക്ക് ഗ്രോത്ത് ആവാൻ സാധിക്കുക എന്നുള്ളത്. പിന്നെ നമുക്ക് കിട്ടുന്നതാണ് നല്ലൊരു കണക്ഷൻ. അഞ്ചാമത്തെ നേട്ടം എന്ന് വെച്ചാൽ നമുക്കൊരു നല്ലൊരു കണക്ഷൻ കിട്ടും എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി നിരന്തരം ആളുകൾ കാണുന്ന സമയത്ത്, അതല്ലെങ്കിൽ സമ്മാനിക്കപ്പെടുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളായിരുന്നു അവര് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അവരുമായിട്ടൊരു നല്ലൊരു കണക്ഷൻ ലഭിക്കുകയാണ്. കാരണം അവർ സാറ്റിസ്ഫൈഡ് ആയിരിക്കും, കാണുന്നവർക്ക് അതൊരു നല്ലൊരു എനർജി ലഭിക്കുന്നു. അതേപോലെ തന്നെ ഇത്തരം ക്രിയേറ്റിവിറ്റികൾ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആളുകൾ നമ്മളുമായിട്ട് ബന്ധപ്പെടുകയും ചെയ്യും. ഈ പ്രധാനപ്പെട്ട ഒരു 5 കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, സ്ട്രെസ് റിലീഫ്. രണ്ടാമത്തെ പോസിറ്റീവ് എനർജി. മൂന്നാമത്തെ സെൽഫ് എക്സ്പ്രഷൻ. നാലാമത്തെ സ്കിൽ ഗ്രോത്ത്. അഞ്ചാമത്തെ കണക്ഷൻ. ഓക്കെ, ഇതുപോലുള്ള മറ്റ് അറിവുകളായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ സ്മൈൽ.